പ്രിയരേ, ഇത് പുലർകാല വിചിന്തനം. ഈ പുലർകാല വിചിന്തനത്തിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളിലും പങ്കാളികളായി തീരാൻ മനുഷ്യർക്ക് ദൈവം അനുവാദം കൊടുക്കില്ല. ചില വേദനകളുണ്ട്, അത് നമ്മൾ തനിച്ച് അനുഭവിച്ചു തീർന്നേ പറ്റുകയുള്ളൂ. നമ്മൾ തിരുവചനത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്: കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് അന്ത്യത്താഴം വിളമ്പിക്കൊടുക്കുമ്പോൾ തീവ്രമായ നൊമ്പരം അവൻ്റെ ഹൃദയത്തിനകത്ത് അഗ്നി പോലെ ആളുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ ദേഹത്തിലേക്ക് ചാരിക്കിടന്ന അത്താഴം കഴിച്ച ശിഷ്യന് പോലും അവൻ്റെ നെഞ്ചിലെ പിടപ്പ് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എല്ലാം കഴിഞ്ഞ് ശിഷ്യന്മാരെയും കൂട്ടി അവൻ ഒലിവുമലയിലേക്ക് പോകുമ്പോൾ അവർ ആ മലമുകളിൽ കിടന്ന് ഉറങ്ങി വിശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഒരു കല്ലേറ് ദൂരെ പരിപരുത്ത പാറമേൽ മുട്ടുകുത്തി നിന്ന ചോരയിൽ കുളിച്ച് ക്രിസ്തു ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകണമേ എന്നവൻ പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവം അവന്റെ പ്രാർത്ഥനയുടെ മുൻപിലേക്ക് ഇറങ്ങി വന്നില്ല. ഒരു മാലാഖയുടെ സാന്ത്വനവും ഉണ്ടായില്ല. തിരികെ വന്ന് ശിഷ്യന്മാരുടെ അരികിൽ വന്ന് ആശ്വാസം തേടുന്ന ക്രിസ്തു അവർ ഉറങ്ങുന്നതാണ് കാണുന്നത്. ക്രിസ്തുവിനൊരു കാര്യം ബോധ്യപ്പെട്ടു: ഈ കല്ലേറു ദൂരം താൻ തനിച്ച് സഹിക്കാനുള്ള സഹനം കാത്തിരിക്കുന്ന ഇടമാണ്. അവൻ അവിടേക്ക് മടങ്ങിപ്പോയി. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ക്രിസ്തു കാൽവരിയോളം തനിച്ച് യാത്ര ചെയ്യുന്നത്. ആശ്വസിപ്പിക്കുവാൻ വരുന്നവർക്കൊന്നും അവൻ്റെ വേദനയുടെ ആഴം പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഒടുവിൽ ആ കുരിശിന്റെ മുകളിൽ അവൻ വിജയമായി മാറുകയാണ്. അവൻ മരണത്തെ അതിജീവിക്കുകയാണ്. കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ക്രിസ്തുവിനെ നോക്കി ശതാധിപൻ പറഞ്ഞു: ഇവൻ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പുത്രനാണ്. അതുവരെ മുഖമില്ലാതിരുന്നൊരു ദൈവത്തിന് ക്രിസ്തുവിൻ ഒരു മുഖം രൂപപ്പെട്ടു കാൽവരിയിലെ കുരിശിൽ. ഇതാണ് പ്രിയരെ തനിച്ചനുഭവിക്കുന്ന വേദനയുടെ മഹത്വം. ദൈവം നിന്നിൽ സാക്ഷാത്കരിക്കപ്പെടും. നമ്മൾ പറയാറില്ലേ, എൻ്റെ കൂടെ നടന്നവർക്കും എന്നോടൊപ്പം ഭക്ഷണമുണ്ടവർക്കും എൻ്റെ കൈ പിടിച്ചവർക്കും എൻ്റെ നൊമ്പരം മനസ്സിലായില്ല എന്ന്. മനസ്സിലാകില്ല. ദൈവം അവർക്ക് നിയോഗം കൊടുത്തില്ല. അവരുടെ മാത്രം കുറ്റമല്ല, ദൈവം അനുവദിച്ചില്ല. നീ അത് തനിച്ചനുഭവിക്കണം. ഒന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കരുണയോടെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നൊമ്പരങ്ങളുടെ മുമ്പിൽ തകർന്നു പോകാതെ പിടിച്ചു നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ അനുഗ്രഹമുള്ളവരായി തീരണമേ. ആമേൻ.